ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പാലപ്പം റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിതുണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ വെള്ളവും 1 ഗ്ലാസ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ 1 ഗ്ലാസ്സിൽ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മിക്സ് അടിക്കാനായിട്ട് ഞാനിതാ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ അധികമാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അധികമായാൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചോറും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലെ പകുതിക്കടുത്ത് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കാരണം തേങ്ങയും ചോറും ഉണ്ടല്ലോ, അതും കൂടെ അരിഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോ അരിയും വ്യത്യസ്തമായിരിക്കും. അപ്പം ഇത് അടിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഞാനിതാ കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പൊടിയൊക്കെ ഞാൻ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ മാവ് ഒഴിക്കാനായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 8 മണിക്കൂർ നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. രാത്രിയാണ് മാവ് അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എടുക്കാൻ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ രാവിലെയാണ് അടിച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ 8 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാവ് അരച്ച് വെക്കുന്നത് രാത്രിയാണ് കേട്ടോ. ഇനി ഞാനിത് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. മാവൊക്കെ നല്ല അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മാവൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളപ്പം ചുടാനായിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാനൊക്കെ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം അധികം വൈകാതെ തന്നെ ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മാവ് ഒഴിച്ചിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് നേരമായി. ഇതും തുറന്ന് നോക്കാം. നല്ല പൂ വിരിഞ്ഞതുപോലെ ഇതവിടെ പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാവ് കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ടാണ് വെള്ളപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ടിട്ട് നമുക്കൊരു 12 വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് തന്നെ വെള്ളവും മാറ്റി കൊടുക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതാ അടുത്ത വെള്ളപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ വെള്ളപ്പവും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.